നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപിന്റെ താരിഫ് യുദ്ധം ഒരു വശത്തുകൂടി നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലെത്തിയിരിക്കുന്നത്. അതിനു മുൻപ് അദ്ദേഹം ജപ്പാനും സന്ദർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഈ കൂടിക്കാഴ്ച കാരണം ഏറ്റവും ഭയക്കുന്നതും അതിനെ ആശങ്കയോടെ നോക്കി കാണുന്നതും മറ്റാരുമല്ല, ട്രംപ് തന്നെയാവും. ഇപ്പോൾ ഡ്രാഗണും ആനയും ഒരുമിച്ച് ചേരണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന SCO ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൗത്തിലെ പ്രധാന അംഗങ്ങളായ ചൈനയും ഇന്ത്യയും പൗരസ്ത്യ ലോകത്തെ രണ്ട് പുരാതന നാഗരികതകളാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ. ഇരു രാജ്യങ്ങളിലെയും ജനതയുടെയും ക്ഷേമം മെച്ചപ്പെടുത്തുക, വികസ്വര രാജ്യങ്ങളുടെ ഐക്യദാർഢ്യവും പുനരുജ്ജീവനവും പ്രോത്സാഹിപ്പിക്കുക, മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകുക എന്നീ ചരിത്രപരമായ ഉത്തരവാദിത്തങ്ങൾ ഇരു രാജ്യങ്ങളും വഹിക്കുന്നു. നല്ല അയൽബന്ധവും സൗഹൃദ ബന്ധവുമുള്ള സുഹൃത്തുക്കളായി പരസ്പരം വിജയത്തിന് വഴിയൊരുക്കുന്ന പങ്കാളികളാകണം. ഡ്രാഗണും ആനയും ഒന്നിക്കണം. ഇതാണ് ഇരു രാജ്യങ്ങൾക്ക് ഉചിതമായ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷം ചൈന ഇന്ത്യ നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികമാണ്. തന്ത്രപരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ കാഴ്ചപ്പാടോട് ഇരു രാജ്യങ്ങളുടെ ബന്ധത്തെ സമീപിക്കേണ്ടതാണ്. ഏഷ്യയിലെയും ലോകമെമ്പാടും സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണം, അദ്ദേഹം പറഞ്ഞു. പരസ്പര വിശ്വാസം, ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണെന്നും ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. 7 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണിത്. ലഡാക്ക് സംഘർഷത്തിന് ശേഷം 2018 അദ്ദേഹത്തിന്റെ അവസാന സന്ദർശനം. ഇന്ത്യ-US ബന്ധം വഷളാവുകയും ഇന്ത്യയും ചൈനയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഉച്ചകോടിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദം ചൈന, ഇന്ത്യ, റഷ്യ രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അമേരിക്കൻ സമ്മർദ്ദത്തെ നേരിടാൻ 3 രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കാനുള്ള സാധ്യത സംബന്ധിച്ച റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ നിർണായക കൂടിക്കാഴ്ച. ട്രംപിന്റെ താരിഫ് ഉപരോധ ഭീഷണികൾ നേരിടുന്ന മൂവരും ഒരുമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് US അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തമാക്കുന്നതും ചർച്ചയായി. US ഉയർത്തിയ തീരുവ ഭീഷണി നേരിട്ട് നേതാക്കൾ ചർച്ച ചെയ്യുമോ എന്നാണ് ലോകം ഉറ്റുനോക്കിയത്. അതിർത്തി നിയന്ത്രണം സംബന്ധിച്ച് ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികൾക്കിടയിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിച്ചു. ഇരു രാജ്യങ്ങളിലേക്കുമുള്ള നേരിട്ടുള്ള വിമാന സർവീസുകളും പുനരാരംഭിക്കുകയാണ്. ഇന്ത്യ ചൈന സഹകരണം ഇരു രാജ്യങ്ങളിലെ 280 കോടി ജനങ്ങളുടെ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മുഴുവൻ മനുഷ്യരാശിയുടെയും ക്ഷേമത്തിനും വഴിയൊരുക്കും. പരസ്പര വിശ്വാസം, ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ വർഷം കസാനിൽ വെച്ച് നടത്തിയ ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നു. അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് നല്ല ദിശാബോധം നൽകി. അതിർത്തിയിലെ സൈനിക പിന്മാറ്റത്തിന് ശേഷം സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടുവെന്നും ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതിർത്തി നിയന്ത്രണം സംബന്ധിച്ച് ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികൾക്കിടയിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിച്ചു. ഇരു രാജ്യങ്ങളിലേക്കുമുള്ള നേരിട്ടുള്ള വിമാന സർവീസുകളും പുനരാരംഭിക്കുകയാണ്. പല അടിസ്ഥാന കാര്യങ്ങളിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദം ചൈന, ഇന്ത്യ, റഷ്യ രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അമേരിക്കൻ സമ്മർദ്ദത്തെ നേരിടാൻ 3 രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കാനുള്ള സാധ്യത സംബന്ധിച്ച റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ നിർണായക കൂടിക്കാഴ്ച. ട്രംപിന്റെ താരിഫ് ഉപരോധ ഭീഷണികൾ നേരിടുന്ന മൂവരും ഒരുമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് US അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. 7 വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണിത്. ലഡാക്ക് സംഘർഷത്തിന് ശേഷം 2018 അദ്ദേഹത്തിന്റെ അവസാന സന്ദർശനം. ഇന്ത്യ-US ബന്ധം വഷളാവുകയും ഇന്ത്യയും ചൈനയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഉച്ചകോടിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US 50% തീരുവ ചുമത്തിയതിന് പിന്നാലെ ചൈനയും റഷ്യയുമായുള്ള ബന്ധം ശക്തമാക്കാൻ ഇന്ത്യ ശ്രമം തുടങ്ങിയിരുന്നു.
ചൈനയ്ക്കുള്ള തീരുവയും US വർദ്ധിപ്പിച്ചിരുന്നു. വ്യാപാര വിഷയങ്ങൾ കൂടാതെ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിലനിൽക്കുന്ന അതിർത്തി തർക്കം, അതിർത്തി സുരക്ഷ, അടിസ്ഥാന സൗകര്യ വികസനം, ഇന്ത്യയിലേക്ക് യന്ത്രഭാഗങ്ങളും ചിപ്പ് നിർമ്മാണ വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നതിൽ ചൈന ഏർപ്പെടുത്തിയ വിലക്ക് എന്നിവയും ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ശ്രമം. ഇന്തോ പസഫിക്കിലെ ചൈനീസ് വിരുദ്ധ നീക്കങ്ങൾ, ദലൈലാമ വിഷയം എന്നിവയാണ് ചൈന ഉയർത്തുന്ന പ്രധാന വിഷയങ്ങൾ. 7 വർഷത്തിനിടെ ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തുന്നത്. ഷി ജിൻപിങ്ങുമായും 10 മാസത്തിനിടെ നടത്തുന്ന രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണിത്. നേരത്തെ റഷ്യ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇരു നേതാക്കളും ചർച്ച നടത്തിയിരുന്നു. ചൈനയുടെ തുറമുഖ നഗരമായ ടിയാൻജിനിലാണ് അടുത്ത 2 ദിവസം ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വാർഷിക ഉച്ചകോടി നടക്കുന്നത്. 7 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത് എന്നതും പ്രാധാന്യമേറിയ ഘടകമാണ്. ചൈനീസ് പ്രസിഡന്റുമായി സുരക്ഷ, പ്രതിരോധം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലും മോദി ചർച്ച നടത്തുമെന്നാണ് വിവരം. ഷിയുടെയും മോദിയുടെയും കൂടിക്കാഴ്ചയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഇരുവരും സമ്മതിച്ചു. കൂടാതെ വ്യാപാരം ആരംഭിക്കാനും വിസ അനുവദിക്കാനും ഇരുപക്ഷവും തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. 2 ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി മോദി ഉച്ചകോടിക്കായി ചൈനയിലേക്ക് എത്തുന്നത്. ചൈനയുമായുള്ള ശക്തമായ സുഹൃത്ത് ബന്ധം മേഖലയെ സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുമെന്ന് മോദി ജപ്പാനിൽ പറഞ്ഞിരുന്നു. ഇന്ത്യ ചൈന സൗഹൃദം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരതയുണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തും. അതേസമയം വിറളി പൂണ്ട ട്രംപ് ചില കാര്യങ്ങൾ കൂടി നടത്താൻ ഒരുങ്ങുന്നുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയനിലും സമ്മർദ്ദം ശക്തമാക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിൽ നിന്ന് എണ്ണയും വാതകങ്ങളും ഇറക്കുമതി ചെയ്യുന്നത് പൂർണ്ണമായി നിർത്തലാക്കണമെന്നാണ് അമേരിക്ക യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ അവർക്ക് സഹായകമാകുമെന്ന് വൈറ്റ് ഹൌസ് പറയുന്നു. ഇതിനൊപ്പം ചൈനയുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിന്റെയും ഭാഗമായാണ് ഇന്ത്യക്കെതിരെ തീരുവ ഉയർത്തിയത്. എന്നാൽ ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനാൽ US നിലപാടിന്റെ കാപട്യം ചൂണ്ടിക്കാട്ടി ഇന്ത്യ USന് വഴങ്ങിയില്ല. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തിയതിനെ അമേരിക്കയെ ഇന്ത്യ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ഇതുവരെ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപിന്റെ താരിഫ് നീക്കത്തെ പരസ്യമായി പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്തിട്ടില്ല. ഈ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയന്റെ മൗനം USൽ നിന്നുള്ള വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ടിയാൻജിനിൽ ഇന്നും നാളെയും നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ USൽ നിന്നുള്ള സമ്മർദ്ദം പ്രധാന ചർച്ചാ വിഷയമാക്കും. USന്റെ താരിഫ് നീക്കത്തെയും അതിൽ നിന്ന് ഉണ്ടാകാൻ ഇടയുള്ള പ്രത്യാഘാതങ്ങളെയും കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർ കൂടിക്കാഴ്ച നടത്തി ചർച്ച ചെയ്യുക. ഇങ്ങനെയൊരു സാഹചര്യം കണക്കിലെടുത്താണ് ഇന്ത്യക്കെതിരെ തിരിയണമെന്ന് യൂറോപ്യൻ യൂണിയനോട് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്.